അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോസ്ഗിരി തിരുനെറ്റിക്കല്ല്. തിരുനെറ്റിക്കല്ലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. കുറച്ച് നടക്കാനുണ്ട്, വണ്ടി ഇത്ര പുരേ വരും, ബാക്കി നമുക്ക് കുറച്ച് നടന്നിട്ട് പോകാനുണ്ട്. നല്ല ഓഫ് റോഡിങ് ആണ്, നല്ല വണ്ടിയെല്ലാം ഉള്ളവർക്ക് സുഖമായിട്ട് വന്നിട്ട് പോവാം. അല്ലാത്തവർ ഇതുപോലെ നടക്കേണ്ടി വരും. അല്ലാമോ എങ്ങനെയുണ്ടേ? മതി, ആ ഒറ്റയിൽ നമുക്ക് മനസ്സിലായി സംഭവം എങ്ങനെയുള്ളതെന്ന്. പക്ഷെ ആ ഫ്രണ്ട് ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. ഓക്കെ, അയ്യോ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട് കാണിക്കാൻ. ഇത് സംഭവം എന്ന് വെച്ചാൽ അബീൻ്റെ ഷർട്ട് അടിച്ചിട്ട് കുറച്ച് തുണി ബാക്കിയുണ്ടായിന്, അത് ഇവക്ക് തൊപ്പി അടിച്ചു കൊടുത്തു. വേണ്ട, അങ്ങനെ കുറച്ച് നടന്ന് അവസാനം കുറച്ച് വിശ്രമിക്കാമെന്ന് ചോദിച്ചു. അന്ന് അത്രയും ടയേർഡായിപ്പോയി, നല്ല കയറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ മല കണ്ടു. അതാണ് ശരിക്കും തിരുനെറ്റിക്കല്ല്. അതിൻ്റെ മുകളിലാണ് ഒരു കുരിശുള്ളത്. ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ശരിക്കും തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളൊക്കെ ഇനി അവിടെ നിന്ന് എത്തിപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചാമ്പക്ക ഉണ്ടല്ലോ. ചാമ്പക്കയാ? അതായിട്ടില്ലല്ലോ, ചെറുതല്ലേ? അതായിട്ടുണ്ട്. പക്ഷെ അവരോട് ചോദിക്കാണ്ട് ഇങ്ങനെ പറിക്കുക. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മ മോഷ്ടിക്കുന്നില്ല, അതിനൊരു അന്തസ്സുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞത്? സൂമ്പാക്കാരി ഭയങ്കരട്ടാ, സൂമ്പാക്കാരി രക്ഷയില്ല. ഭ്രാന്ത്, തലക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്റെ പൊന്നോ, നടക്കണം എന്ന് പറഞ്ഞപ്പോ ഇത്ര നടക്കാനുണ്ടാവും വിചാരിച്ചില്ല. ഒരുമാതിരി വെള്ളാത്ത കേട്ടോ. അമ്മ എങ്ങനെയുണ്ടേ? ഇത് കൊറേ നടക്കാനുണ്ട്. ഇതാ ആ റോഡ് മാറി ചെറിയ ഇടവഴിയിലൂടെ തന്നെ പോകുന്നു. ഏതാ? ആ പുൽത്തേലാക്കുന്നല്ലേ? എൻ്റെ അമ്മോ, ഇവിടെ വരുന്നവര് നല്ല ഫുഡ്, വെള്ളം ഇതെല്ലാം കരുതിയിട്ട് വരുക. എന്തേ നമ്മൾ വെള്ളം മാത്രം എടുത്തിട്ട് ഫുഡൊന്നും എടുത്തിട്ട്? നല്ല വിശപ്പ്, നല്ല വെയിലുണ്ട്. എൻ്റെ അമ്മോ, ഭയങ്കര വെയിലായിപ്പോയി. കുറച്ച് മഴ വേണമായിരുന്നു. മഴയുണ്ട്, ആ കോടയുണ്ടാവും. അട്ടയൊന്നുമില്ല, പകുതി ആയില്ലോ. അതാണ് കല്ല്, അതാണ് തിരുനെറ്റിക്കല്ല്. കുറച്ച് അങ്ങോട്ട് കയറാണ്ട്. വാ നടക്കേ. നമ്മളെ ആരോഗ്യത്തിന്റെ ഇതുവരെ കയറി ഒന്നും ഒരു കയറ്റല്ല. ഇനിയാണ് ശരിയായ അഡ്വഞ്ചർ. ഇനി പറഞ്ഞോളൂ, ഇനി വെച്ചോ.
ഇതെന്ത് പരിപാടി ചെയ്യണേയുള്ളു? നല്ല ചൂടില്ലേ? അയ്യോ ചളിയില്ലല്ലോ അതിനോട് കറങ്ങിയ എല്ലാം പുറത്തേക്ക് എത്തുക. ഇതാണ് തിരുനെറ്റിക്കല്ല്. ഫൈനലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അയ്യോ ഇനി ഇറങ്ങാനില്ല, നിരങ്ങിയത് താരോട്ട്. വലിയ കയറ് പിടിച്ച് കിട്ടണേ ഇവിടെ നദിയിൽ സാഹസികം കളിക്കണത്തില്ല. അങ്ങനെ നമ്മള് തിരുനെറ്റിക്കല്ലിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അയ്യേ എല്ലാരും വാ. എന്നോട് പറഞ്ഞു ഇങ്ങനെ തൊള്ളാൻ. വേടാ വേടാ വേടാ. നമ്മളങ്ങനെ തിരുനെറ്റിക്കല്ലിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. നല്ല കിടിലൻ കാലാവസ്ഥ, വെയിലില്ല മഴയുമില്ല. നല്ല വെയിൽ ഉണ്ടായത്, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്. നമുക്ക് മറ്റേ സാധനമൊക്കെ ആയിരുന്നു. അത് കിടില, അത് കിടിലോ, അത് അടിപൊളി. അത് ഒഴുകണം അങ്ങനെ. നല്ല വ്യൂ പോയിന്റ് അല്ലേ, രസമുണ്ട്. ഇപ്പൊ നമ്മ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ നല്ല വെയിൽ വരാൻ തുടങ്ങി. നേരത്തെ നല്ല മഴയുണ്ടായിന്, അപ്പൊ നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പ് കാറ്റിലുണ്ടായിരുന്നു. ഇപ്പം വെയിലടിച്ചു തുടങ്ങി. അപ്പൊ ഇനി നമ്മ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ കേറാൻ വലിയ പ്രശ്നമുണ്ട് കേട്ടോ, പക്ഷെ ഇനി ഇതിൽ ഇറങ്ങലാണ് ബുദ്ധിമുട്ട്. ഇറങ്ങാൻ പറ്റുവാ? കുറച്ച് റിസ്ക് പരിപാടിയാണല്ലോ. അപ്പൊ ഓൻ പോയാ പ്രശ്നമില്ലേ? അല്ല ഞാനിടാ ബാഗ്. ഇപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ഇറങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇനി നമ്മൾ ലക്ഷ്യം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം. അപ്പൊ നേരെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം പോലെ ഉണ്ടാക്കാം, പോവാം. നമ്മളിപ്പോൾ വന്നിട്ടില്ല ചെറുപുഴ. പഴയ ഒരു തൂക്കുപാലമുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം. ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ ഫുഡ് കിട്ടി. അപ്പോൾ താഴെ ചെറുപുഴ ടൗണിൽ ഇറങ്ങിയപ്പോൾ ആ ഫുഡെല്ലാം കഴിച്ചത്. അപ്പം എല്ലാം നോക്കുമ്പം ഒരു തൂക്കുപാലം കണ്ടു. ആ തൂക്കുപാലം ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങി. ഇതാണ് ചെറുപുഴ, കുറേ കാലം മുമ്പിലുള്ള തൂക്കുപാലം അത്. അനങ്ങൊന്നുമില്ല. ഇനിത് അത്രയൊന്നും വലിയ പണിയൊന്നുമില്ല നടക്കാൻ. ഇതിന്റെ അടിയിൽ മൊത്തം പലകയാണ്. നമുക്ക് നടുക്കോട്ട് പോലെ കൊറേ ആള് അതിന്റെ നടുക്കോട്ട് പോ. അഭിജിത്ത് കൃഷ്ണൻ കുറച്ച് ഫോട്ടോഗ്രാഫി. അല്ല നേരത്തെ അവരാടുന്ന് കാസർഗോഡാന്ന് വെച്ചത് ഇത് കണ്ടിട്ടാണ് തോന്നുന്നു. അഭിതാണ് ജോസിന്റെ അപ്പൊ നമ്മളിതിന്റെ നടുവിലെത്തിയിട്ടില്ല. നമ്മ തൂക്കുപാലത്തിന്റെ സെന്ററിലെത്തി. കുലുങ്ങുന്നുണ്ടല്ലേ? ആ ശാന്തിത്തോടുത്തു. ഈ തൂക്കുപാലം കണ്ടു, എങ്ങനെയുണ്ട് തൂക്കുപാലം? പഴയ തൂക്കുപാലാണ്. ആ പക്ഷെ പഴയതാണ്, സൂക്ഷിച്ചു നോക്കി വന്ന ഒരു കുഴപ്പമില്ല. എന്നാലും നടുക്കിലെത്തുമ്പോ ഇത്തിരി കുലുങ്ങുന്നുണ്ട്. പലക അടിച്ചു വെച്ചിട്ടില്ലേ നിലത്ത് മൊത്തം.
ഇപ്പോൾ കാണുന്നില്ല, ഇതാ കുറേ പാലകെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ഡേഞ്ചറാണ്. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി അല്ലേ അല്ലേ? തൂക്കുപാലത്തിൽ നല്ല രസമാണ്. ആ നടുക്കത്ത് നല്ലോണം കുലുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ വിടാം. കാലിന് അട്ട കടിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ അവിടെ നിർത്തിയപ്പം കടിച്ചാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം നോക്കുമ്പോൾ കാലിൽ ചോര കാണുന്നത്. അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അട്ട കടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു സ്ഥലം കൂടി ഉണ്ട്, അതും കൂടി പോയി കാണാം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആയന്നൂർ തീരം, അതായത് ചെറുകോട്ട് അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളേ വരും. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് കണ്ടിന്, പക്ഷെ അതല്ലെങ്കിൽ ബോർഡിലുണ്ടായിനി. പക്ഷെ ഇതൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം. പാർക്കുണ്ട്, ഇതാ പിള്ളേർക്ക് ഊഞ്ഞാലാടേണ്ടയും എല്ലാം പാർക്കുണ്ട്. നമുക്കൊന്ന് ഉള്ളോട്ടിൽ പോയി നോക്കാം. നമ്മളിവിടെ വന്നു ഗൈസ്, പക്ഷെ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ക്ലോസ് ആയിട്ടില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഴയും കാര്യമൊക്കെ വരുമ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെക്കുന്നതായിരിക്കും. അപ്പം മിക്കവാറും നിർത്തി വെച്ചിട്ട് തന്നെ ഇല്ലേ, ഫുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷൻ. രാവിലെ കയാക്കിന് ടൈം 7 to 8, ഡ്യൂറേഷൻ 10 days. അപ്പോൾ അത് അഡ്മിഷൻ ആർക്കെങ്കിലും കയാക്കിങ്ങോ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇതിൽ ബുക്കിങ്ങിൻ്റെ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല, ഇതിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ പോവുക. അപ്പോൾ ഈ ട്രിപ്പ് എന്ന് വെച്ചാൽ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പല്ല, പെട്ടെന്ന് തോന്നി അങ്ങ് പോയി. അതുകൊണ്ട് കറക്റ്റ് സ്ഥലത്തൊന്നും കുറച്ചൊന്നും കാണാനുണ്ടായിട്ടില്ല. ആകെ കണ്ടത് മറ്റേ കുരിശുമല, അത് മാത്രമേ കണ്ടില്ല. അതിനിടക്ക് അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നല്ല മഴയായിപ്പോയി. നമ്മൾ അവിടുന്ന് മുകളിൽ ഇറങ്ങിയാൽ പിന്നെ നല്ല മഴയായിപ്പോയി, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ആയനൂർ വന്നപ്പോഴും ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ട്രിപ്പെല്ലാം വരുമ്പോൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് വരിക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.